നമസ്കാരം. ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം മരപ്പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ച ശേഷം കാണാനില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. എന്നാൽ ഭർത്താവിൻ്റെ അതിബുദ്ധി കൊണ്ട് ആ നാടകം തന്നെ പൊളിയുന്നു. സൂറത്ത് മിമർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരിയായ ശില്പയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതി ഭർത്താവ് വിശാൽ സാൽവിയെ പോലീസ് പിടികൂടി. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് വിശാൽ സംശയിച്ചിരുന്നതും മൊബൈൽ ഫോൺ പരിശോധിക്കാൻ അനുവദിക്കാത്തത് വഴക്കിന് കാരണമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ എഴുതിവെച്ച കുറ്റസമ്മതക്കുറിപ്പാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഇയാൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ ശനിയാഴ്ച വിശാലിൻ്റെ മകൻ ബന്ധുക്കൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശമാണ് നിർണായകമായത്. വിശാൽ എഴുതിയ ഒരു കത്തിൻ്റെ ചിത്രം മകൻ ബന്ധുക്കൾക്ക് അയക്കുകയായിരുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം കഗ്ജി ജൗളിലെ പഴയ വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഇതോടെ ബന്ധുക്കൾ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് പഴയ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ മുകളിലത്തെ നിലയിൽ സിമന്റ് നിറച്ച നിലയിൽ ഒരു മരപ്പെട്ടി കണ്ടെത്തി. പെട്ടി തുറന്നപ്പോൾ അഴുകി തുടങ്ങിയ നിലയിൽ ശില്പയുടെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. സിമന്റ് ഒഴിച്ച് മൃതദേഹം പെട്ടിക്കുള്ളിൽ ഉറപ്പിച്ച നിലയിലായിരുന്നു. 5 ദിവസത്തോളം പഴക്കമുള്ളതിനാൽ മൃതദേഹം പൂർണ്ണമായും അഴുകിയിരുന്നു. ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ചയാണ് തൻ്റെ ഭാര്യയെ കാണാനില്ലെന്ന പരാതിയുമായി വിശാൽ ഗോഡാഡാര പോലീസ് സ്റ്റേഷനിലെത്തിയത്. എന്നാൽ 2 ദിവസത്തിനു ശേഷം ഇയാൾ മുങ്ങി. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ വിശാലിൻ്റെ മകൻ യാദൃശ്യവശാൽ ഈ കുറിപ്പ് കണ്ടെടുക്കുകയായിരുന്നു. വിവാഹശേഷമുള്ള ആദ്യ നാളുകൾ സന്തോഷകരമായിരുന്നു. എന്നാൽ 3 വർഷം കഴിഞ്ഞതോടെ ഭാര്യയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അതോടെ ദാമ്പത്യ ബന്ധത്തിൽ സംശയങ്ങൾ നിഴലിച്ചു. വർഷങ്ങളോളം ഇത് സഹിച്ചു, ക്ഷമയോടെ കാത്തിരുന്നു. പക്ഷേ ഒടുവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു. നിരാശയുടെ അങ്ങേയറ്റത്താണ് ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യാൻ ഞാൻ നിർബന്ധിതനായത്. ഞാൻ ചെയ്ത ഈ ക്രൂരതയ്ക്ക് ഞാൻ മാത്രമാണ് ഉത്തരവാദി. ഇതിനെക്കുറിച്ച് മറ്റാർക്കും അറിയില്ല. കൊലപാതകത്തിൻ്റെ ഓരോ ഘട്ടവും ഞാൻ തനിയെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ്. ഇതാണ് കത്തിൻ്റെ ഉള്ളടക്കം. 2026 ഏപ്രിൽ 20 ഞാൻ ചെയ്ത ഈ കുറ്റകൃത്യത്തിൻ്റെ തെളിവുകൾ എൻ്റെ പഴയ താമസ സ്ഥലത്തുണ്ട്. സഹാറ ദർവാസയ്ക്ക് സമീപമുള്ള കാഗ്ജി ചാലിലെ ലെക്സിവാലെ ബിൽഡിങ്ങിന് ഉള്ളിലെ ഇടനാഴിയിലുള്ള പൂട്ടിക്കിടക്കുന്ന വീടിൻ്റെ 1ാം നിലയിലാണത്. ആ വീടിനുള്ളിൽ എൻ്റെ ഭാര്യ ശില്പയുടെ മൃതദേഹമുണ്ട്. ഈ കൃത്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണെന്നും വിശാലിൻ്റെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നു. പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ അഴുകിയ നിലയിലുള്ള മൃതദേഹമാണ് കണ്ടെടുക്കുന്നത്. മൃതദേഹം അഴുകുന്ന ഗന്ധം പുറത്തു വരാതിരിക്കാനാണ് താൻ സിമെൻറ്റും ഫോമും ഉപയോഗിച്ച് പെട്ടി അടച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. 2026 ഏപ്രിൽ 20 കൊലപാതകം നടന്നതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. 2010 ഇവരുടെ വിവാഹം. വാക്കുതർക്കത്തിനിടെ ശില്പയെ കൊലപ്പെടുത്തിയ വിശാൽ കൃത്യം മറച്ചുവെക്കാൻ ക്രൂരമായ വഴികൾ തേടുകയായിരുന്നു. തെളിവ് നശിപ്പിക്കുന്നതിനായിരുന്നു ഇയാൾ ഇത്തരമൊരു കുറ്റകൃത്യം നടപ്പിലാക്കിയത്. എന്നാൽ എന്തിന് പിന്നീട് ഇത്തരമൊരു കത്തെഴുതി എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ശില്പയെ ആശുപത്രിയിൽ കൊണ്ടുവിട്ടുവെന്നും അവിടെ നിന്ന് കാണാതായെന്നുമായിരുന്നു ഇയാൾ പോലീസിൽ പരാതി നൽകിയത്. ശില്പയുടെ പിതാവ് സൂറത്തിലെത്തി നേരിട്ട് ചോദ്യം ചോദിച്ചപ്പോഴും കുലുക്കമില്ലാതെ ഇയാൾ ഈ കള്ളം ആവർത്തിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾക്ക് സാധിച്ചു. എന്നാൽ ഇത്തരമൊരു കത്ത് ഇയാൾ എന്തുകൊണ്ട് എഴുതി എന്ന ചോദ്യം ബാക്കിയാണ്. ഡയമണ്ട് മേഖലയിൽ ജോലി ചെയ്തിരുന്ന വിശാൽ കഴിഞ്ഞ 2 വർഷമായി തൊഴിൽ രഹിതനായിരുന്നു. ഇതുമൂലം ദമ്പതികൾക്കിടയിൽ നിരന്തരം വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. ശില്പ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങുകയും ജോലിയിൽ തിളങ്ങുകയും ചെയ്തതോടെ ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങി. ശില്പയുടെ പിതാവ് പ്രദീപിന്റെ പരാതിയിൽ വിശാലിനെതിരെ കൊലപാതകത്തിന് കേസെടുത്ത പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്.